വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്റേണൽ ഫ്രീക്വൻസി, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഫ്രീക്വൻസി എങ്ങനെയാണ് അല്ലെങ്കിൽ അതെന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. വീഡിയോ മുഴുവനായി തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലാണ് നിങ്ങൾക്ക് എന്താണ് അതെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൂടാതെ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി എന്താണ് ഇന്റേണൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഫ്രീക്വൻസി എന്ന്? ഈ പ്രപഞ്ചത്തിലെ എല്ലാം എനർജിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഐൻസ്റ്റീന്റെ ഫോർമുല അനുസരിച്ചിട്ട് E=mc² എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്, അതായത് പ്രകാശത്തിന്റെ വേഗതയാണ്. അപ്പോൾ ഐൻസ്റ്റീൻ പറയുന്നത് എന്താണ്? എനർജിയെ നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല, അതായത് ഉണ്ടാക്കാനോ നമുക്ക് നശിപ്പിക്കാനോ കഴിയില്ല. പകരം എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അപ്പോ നമ്മളെല്ലാവരും എനർജിയാണ് അല്ലെ. നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എനർജിയാണ്. അപ്പോ എനർജി ലെവലില് നമ്മളെല്ലാവരും ഒന്നാണ് താനും. അപ്പോ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. അപ്പോ എല്ലാവരുടെ ഉള്ളിലും ഈശ്വരന്റെ ഒരു കണമുണ്ട് അല്ലെ. അപ്പോ നമ്മളെല്ലാവരും ഒന്നല്ലേ. അതായത് ആ എനർജി ലെവലില് ദൈവത്തിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ആ ഒരു എനർജി ലെവലില് നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പോ ആ ഒരു എനർജി, അതായത് നമ്മള് എല്ലാ എനർജിക്കും അതിൻ്റെതായ ഒരു വൈബ്രേഷൻ ഉണ്ട് അല്ലെ. ഇപ്പോ സൗണ്ട് വേവ്സിന് വൈബ്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സിനും നമ്മുടെ ഇമോഷൻസിനും എല്ലാം ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷണൽ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വേവ്സ് അല്ലെങ്കിൽ ആ ഒരു എനർജി ലെവൽ എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ടാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് നമ്മളുടെ എല്ലാവരുടെയും തോട്ട്സിനും ഇമോഷനും അനുസരിച്ച്, വികാര വിചാരങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഉള്ളിലെ ഫ്രീക്വൻസി വ്യത്യാസപ്പെട്ടിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കപ്പെടുന്നത്. അപ്പോ ശരിക്കും എബ്രഹാം ഹിക്സിന്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ സമൃദ്ധിയും ഈ പ്രപഞ്ചത്തിൽ ഇരിപ്പുണ്ട്. ആ സാധനങ്ങളെ, നമുക്ക് വേണ്ട കാര്യങ്ങളെ ആ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെ പറയുന്ന പേരാണ് വോർട്ടെക്സ് എന്ന്. ആ വോർട്ടെക്സിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അതിനെല്ലാത്തിനും ഒരു ഫ്രീക്വൻസിയും ഉണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഫ്രീക്വൻസി എത്ര മാത്രമുണ്ട്, അതായത് എത്ര ലെവലിലാണ് നമ്മുടെ ഉള്ളിലുള്ള ഫ്രീക്വൻസി എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്നും നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളുടെ ഫ്രീക്വൻസി എത്രയാണോ അത്രയും ഹൈ ആയിട്ട് നമ്മളുടെ ഉള്ളിലെ ഫ്രീക്വൻസി മാച്ച് ആയാൽ മാത്രമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫ്രീക്വൻസി നമുക്ക് റെഡിയാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വികാര വിചാരങ്ങള് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. അതായത് നമ്മുടെ ഇമോഷണൽ ഫ്രീക്വൻസി കിടക്കുന്നത് ഏറ്റവും ലോയിലാണെങ്കിൽ അത് നമുക്ക് വളരെ ലോ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് എത്തിക്കുകയുള്ളൂ. അതേസമയം നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കു പറഞ്ഞാല് അത്ഭുതങ്ങൾ സംഭവിക്കുകയല്ല, നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി അത് മാച്ചായി കഴിയുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ അതിനെ അത്ഭുതം എന്ന് വിളിക്കുകയാണ്. ഇത് ശരിക്കും ഒരു സയൻസ് തന്നെയാണെന്ന് പറയാം. അതായത് നമ്മുടെ ഫ്രീക്വൻസി വളരെ ലോ ആണ്. നമ്മൾ ലജ്ജയിലോ ഗിൽറ്റിലോ അല്ലെങ്കിൽ കുറ്റബോധത്തിലോ, അതായത് ഒരു വികാരം ഇല്ലാത്തൊരവസ്ഥയിലോ ഒക്കെ, അതായത് നമ്മള് എന്താ പറയാ ഗ്രീഫിലോ, നമ്മളൊക്കെ വളരെ ദുഃഖമായിട്ടുള്ള ഒരവസ്ഥയാണ്, നമ്മൾക്ക് പേടിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി വളരെ ലോ ആയിരിക്കും, 100ലും താഴെയായിരിക്കും. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, അതിനകത്ത് ഓരോന്നിന്റെയും ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ഒരു 125ഓളമേ ആകുന്നുള്ളൂ. പക്ഷെ അത് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ന്യൂട്രാലിറ്റിയും കടന്ന് അതിന് മുകളിലേക്ക് പോകണം. നമ്മുടെ ആങ്കറിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 150 ആണ്, പ്രൈഡിന്റെ ഫ്രീക്വൻസി 175 ആണ്,
കറേജിന്റെ ഫ്രീക്വൻസി 200 അതായത് ധൈര്യത്തിന്റെ. ന്യൂട്രാലിറ്റി ആണെങ്കിൽ 250. അതിന് മുകളിൽ നമ്മുടെ ഫ്രീക്വൻസി പോകുമ്പോൾ മാത്രമാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങുന്നത് തന്നെ. അതായത് വില്ലിങ്നെസ് ഉള്ളപ്പോൾ നമുക്ക് 310. അക്സെപ്റ്റൻസ് ആണെങ്കിൽ, അതായത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമ്പോൾ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ 350. റീസൺ വരുമ്പോൾ നമുക്ക് 400 നമ്മുടെ ഫ്രീക്വൻസി. അത് സ്നേഹത്തിലേക്ക് മാറുമ്പോൾ 500 ആകുന്നു. അത് സന്തോഷത്തിലേക്ക് മാറുമ്പോൾ 540 ആകുന്നു. പീസ്ഫുൾ ആയിരിക്കുമ്പോൾ 600. എൻലൈറ്റ്മെന്റ് ആണെങ്കിൽ 700 തൊട്ട് 1000 വരെയാണ് നമ്മുടെ ഫ്രീക്വൻസി എന്നാണ് ഈ ഇമോഷണൽ ഫ്രീക്വൻസി ടേബിൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് നമ്മുടെ ഫ്രീക്വൻസി ആ ഒരു ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുക. ഈ ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി എങ്ങനെയാണ് നമുക്ക് ഉയർത്താൻ പറ്റുന്നത്? നമ്മൾ സന്തോഷമായിരുന്നുകൊണ്ട് 24/7 നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമ്പോൾ, നമ്മുടെ തോട്ട്സിനെ പോസിറ്റീവിലേക്ക് മാറ്റാൻ പറ്റുമ്പോൾ, നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയുമ്പോൾ, സ്നേഹം നിറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൂട്ടാൻ പറ്റുന്നത്. അപ്പൊ അതിന് നമുക്ക് നമ്മുടെ വികാര വിചാരങ്ങളുടെ മേലെ നിയന്ത്രണം ആവശ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് കിടക്കുന്നത്, നമുക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ, നമുക്ക് ഷെയിം ഉണ്ടോ, നമുക്ക് കുറ്റബോധമുണ്ടോ, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഉണ്ട്, അതിനെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് വേണം. അതിനുശേഷം നമുക്ക് എങ്ങനെ ഫ്രീക്വൻസി ഉയർത്താം എന്നത് നമുക്ക് നോക്കി നമ്മുടെ ചിന്തകളെ മാറ്റി നമ്മുടെ ഇമോഷൻസിനെ പ്രോപ്പറായിട്ട് നമുക്ക് ചാനലൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്താനായിട്ട് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.